हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में खत्मुल मुरसलीन, दिल से है खुदा में खत्मुल मुरसलीन, खत्मुल ഔസുബില്ലാഹി മിനശ്ശൈത്താൻ റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. മാന്യ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ജൂലൈ 6, 2024 ശനിയാഴ്ചയാണ്. ഇന്ത്യയിൽ ഇന്ന് സമയം രാത്രി 10 മണിയാണ്. GMT ഇന്ന് സമയം വൈകുന്നേരം 5 മണിയാണ്. ഇത് രാഹിയുദ പ്രോഗ്രാമിൻ്റെ സമയമാണ്. പ്രേക്ഷകരെ, കാദിയാൻ ദാറുൽ അമാനിൽ നിന്നും ലൈവ് ഡിസ്കഷൻ രാഹെ ഹുദയുടെ 4 എപ്പിസോഡുകളുടെ സീരീസുമായാണ് ഞങ്ങൾ നിങ്ങളുടെ സമക്ഷം വന്നിരിക്കുന്നത്. ഈ സീരീസ് ഇവിടെ തുടങ്ങുകയായി. ഈ പൂർണ്ണമായും സീരീസിൽ ഹദരത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് ഖലീഫത്തുൽ മസീഹ് സാനി അൽ മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ രചനയായ ഗ്രന്ഥമായ അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം എന്നതിൻ്റെ വിഷയത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും സംസാരിക്കുന്നത്. രാഹുദ ലൈവ് പ്രോഗ്രാം അതുപോലെ തന്നെ ഡിസ്കഷൻ പ്രോഗ്രാമുമാണ്. നിങ്ങൾക്ക് ചോദ്യം മുഖേന ഇതുമായി ഇൻറ്ററാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുമായി ബന്ധപ്പെടാൻ ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങളുടെ സ്ക്രീനിൽ ഇവിടെ ദൃശ്യമാകുന്നതാണ്. ഇവിടെ സ്റ്റുഡിയോ ഡിസ്കഷനോ കൂടാതെ ഇവിടെ നിങ്ങളുടെ ചോദ്യങ്ങൾ ഇവിടെ ഉള്ള പാനലിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ പണ്ഡിതന്മാർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. പ്രേക്ഷകരെ, ഇന്നത്തെ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പാകെ ഞങ്ങളുടെ പാനലിലുള്ളത് മൗലാന ഹമീദ് കൗസർ സാബ്, അതുപോലെ തന്നെ മൗലാന ആത്താൽ മുജീബ് ലോൺ സാബ് എന്നിവരാണ്. ഇവരായിരിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. രണ്ടുപേരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രേക്ഷകരെ, 1924 എന്ന വർഷം അഹമ്മദിയ ജമാഅത്തിന്റെ ചരിത്രത്തിൽ ഒരു നിർണായക വർഷമാണ്. കാരണം ലണ്ടനിൽ ആ വർഷമാണ് വെംബ്ലി കോൺഫറൻസ് നടന്നത്. അവിടെ മറ്റൊരു പ്രോഗ്രാമും സംഘടിപ്പിക്കുകയുണ്ടായി, അതായത് മത കോൺഫറൻസ്, റിലീജിയസ് കോൺഫറൻസ്. അതിൽ ലോക മതങ്ങളുടെ ഗുണഗണങ്ങളെക്കുറിച്ചുള്ള ലെക്ചറുകൾ നടത്താൻ അവർ ഉദ്ദേശിച്ചു. ആ ഒരു കോൺഫറൻസിൽ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിനും പങ്കെടുക്കാനുള്ള ക്ഷണം ലഭിക്കുകയുണ്ടായി. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ആ കോൺഫറൻസിന് വേണ്ടി ഒരു പ്രബന്ധം അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം എന്ന വിഷയത്തിൽ രചിക്കുകയുണ്ടായി. അതിൻ്റെ സംഗ്രഹം അതേ കോൺഫറൻസിൽ ഹുസൂർ തിരുമനസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഹസ്രത്ത് ചൗധരി മുഹമ്മദ് സഫുല്ല ഖാൻ സാബ് അവതരിപ്പിക്കുകയുണ്ടായി, വായിച്ചു കേൾപ്പിക്കുകയുണ്ടായി. 2024 ഈ ഗ്രന്ഥത്തിൻ്റെ, അതായത് അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിൻ്റെ രചനയുടെ നൂറ്റാണ്ട് രേഖപ്പെടുത്തുന്ന വർഷമാണ്. കഴിഞ്ഞ രാഹുദ കാദ്യാൻ്റെ സീരീസിലും ഈ പുസ്തകത്തിൻ്റെ ആദ്യ പകുതിയുടെ അടിസ്ഥാനത്തിൽ 4 എപ്പിസോഡ് ആയിരുന്നു ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്. അവസാന പകുതിയുടെ 4 എപ്പിസോഡായിരിക്കും ഈ സീരീസിലുണ്ടാകുക. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യത്തെ ചോദ്യം മൗലാന ഹമീദ് കൗസർ സാഹിബിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സൽസ്വഭാവങ്ങൾ സ്വായത്തമാക്കാനും ദുസ്വഭാവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും വേണ്ടിയുള്ള ഇസ്ലാമിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അവതരിപ്പിക്കാമോ? മാന്യ പ്രേക്ഷകരെ, ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ വിഖ്യാതമായ ഗ്രന്ഥമായ അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ സൽസ്വഭാവത്തെക്കുറിച്ച് അതുപോലെ ധാർമ്മികതയെക്കുറിച്ച് വളരെ വിശദമായ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ചില ഭാഗം കഴിഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു.
ഏറ്റവും ആദ്യമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഖൽക്ക്, ഖുൽക്ക് എന്നീ രണ്ട് അറബി പദങ്ങളാണ് ഇവിടെ ചർച്ചാ വിഷയം. ഖൽക്ക് എന്ന് പറയുന്നത് അള്ളാഹു ബാഹ്യമായ അംഗങ്ങളോടുകൂടി മനുഷ്യനെ സൃഷ്ടിച്ചതാണ്. കണ്ണ്, മൂക്ക്, കാത്, വായ്, നാവ്, കൈകൾ, അതുപോലെ ഇതൊക്കെ തന്നെ ഹൽക്കിൽപ്പെട്ടതാണ്. അത് അള്ളാഹുവിൻ്റെ ബാഹ്യമായ മനുഷ്യ സൃഷ്ടിപ്പാണ്. മനുഷ്യനെ സൗന്ദര്യത്തിന്, മനുഷ്യന് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രദാനം ചെയ്തതാണ്. മറ്റൊന്ന് ഹുൽക്ക് എന്ന പദമാണ്. ഹുൽക്ക് എന്നത് കഴിവുകളാണ്, ശക്തികളാണ്. അത് മനുഷ്യന് അള്ളാഹു നൽകിയ കഴിവുകളാണ്. ഉദാഹരണത്തിന് അറിവ്, അതുപോലെ തന്നെ ബുദ്ധി, വിവേകം, കോപം, സൗമ്യത, ധൈര്യം, അതുപോലെ തന്നെ ചാരിത്രം, ഇതൊക്കെ തന്നെ ധാർമ്മികതയാണ് ഹുൽക്ക് എന്ന് പറയുന്നത്. മനുഷ്യൻ ഈ ഹുൽക്ക് മുഖേന തൻ്റെ ഹൽക്ക് മുഖേന, തൻ്റെ അവയവങ്ങൾ മുഖേനയാണ് ഈ ധാർമ്മിക വിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഇവിടെ ചോദ്യം ഇതാണ്, ഹുൽക്കിൻ്റെ ബഹുവചന രൂപം അഖ്ലാഖാണ്. ഇത് സൽസ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, ദുസ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പരിശോധനാ മാർഗം എന്താണ്, അതിനെ വ്യതിരിക്തമാകുന്ന ഘടകം എന്താണ്, ഇത് സൽസ്വഭാവമാണ് അല്ലെങ്കിൽ ഇത് ദുസ്വഭാവമാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് വേർതിരിക്കാൻ സാധിക്കുക? ഇന്നത്തെ ലോകത്ത് നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകം നാം നോക്കുമ്പോൾ, അവർ അഹങ്കാരത്തിൻ്റെ പ്രമത്തതയിലാണുള്ളത്. അവർ കരുതുന്നത് ഞങ്ങൾ ചെയ്യുന്നതൊക്കെ തന്നെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും ഞങ്ങളുടെ റോളുകളും ഒക്കെ തന്നെ ആണ് നല്ല കർമ്മങ്ങൾ, സൽസ്വഭാവങ്ങൾ, അതൊക്കെ തന്നെയാണ് ശരി എന്നാണ് അവർ കരുതുന്നത്. ലോകം മുഴുവൻ അത് സ്വായത്തമാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. കഷ്ടമെന്ന് പറയട്ടെ, മറ്റൊരു ലോകത്തെ മാറ്റി നിർത്തിയാലും മുസ്ലിങ്ങളും അതേ സ്വഭാവങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ട് തങ്ങളെ മേന്മയുള്ളവരെ പരിഷ്കാരികളായി അവർ കരുതുന്നു. അതാണ് ഇന്നത്തെ കാലത്ത് നിലവിലുള്ള സംസ്കാരവും അതുപോലെ സ്വഭാവം എന്ന് അവർ കരുതുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു യൂറോപ്പിന്റെ ഭൂമിയിൽ നടത്തിയ ഈ പ്രഭാഷണം ഒരുപാട് വിഷയങ്ങളിൽ പറഞ്ഞെടുത്ത് തന്നെ ധാർമ്മികതയെക്കുറിച്ചും ചർച്ച ചെയ്യുകയുണ്ടായി. അദ്ദേഹം പറയുകയുണ്ടായി, സ്വഭാവങ്ങൾ സൽസ്വഭാവങ്ങളുമാകാം, ദുസ്വഭാവങ്ങളുമാകാം. ഇവ തമ്മിൽ പരിശോധിക്കുന്നതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, തിട്ടപ്പെടുത്തുന്നതിനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്തിത്വമാണ്. അതുപോലെ തന്നെ ഈ അഖ്ലാഖ്, ഈ ധാർമ്മികത എന്ന് പറയുന്നത് ഇതെന്താണ്? ഹുസൂറിന്റെ രണ്ട് വാക്കുകൾ ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കാം. ഇസ്ലാം ധാർമ്മികത നന്നാക്കാൻ, സംസ്കരിക്കാൻ വേണ്ടി, കർമ്മ സംസ്കരണത്തിന് വേണ്ടി നിർദ്ദേശിക്കുന്നത് ദൈവിക ഗുണങ്ങൾ സ്വായത്തമാക്കുക എന്നതാണ്. അതുകൂടാതെ മനുഷ്യന് പൂർണ്ണമായ സൽസ്വഭാവം സ്വായത്തമാക്കാൻ സാധിക്കുന്നില്ല. കാരണം മനുഷ്യൻ തൻ്റെ പ്രവർത്തനങ്ങൾ ശരിയാക്കാൻ അവന് ഒരു മുൻമാതൃക വേണ്ടതുണ്ട്. അള്ളാഹു തൻ്റെ ദൈവിക ഗുണങ്ങൾ വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. അവയിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട സിഫത്തുകൾ, സവിശേഷ ഗുണങ്ങൾ, മനുഷ്യൻ തൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട്, തൻ്റെ പ്രവർത്തന പരിധിയിൽ നിന്നുകൊണ്ട് ആ സിഫത്തുകൾ, ആ സവിശേഷ ഗുണങ്ങളൊക്കെ തന്നെ സ്വായത്തമാക്കുകയും അത് മുഖേന അവൻ അത് പ്രകടമാക്കുകയും ചെയ്യുമ്പോൾ അതാണ് അഖ്ലാഖ്, സൽസ്വഭാവം എന്ന് പറയുന്നത്. അതിനുവേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തഖല്ലഖൂ ബി അഖ്ലാഖില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങൾ, ധാർമ്മികതയെ നിങ്ങൾ സ്വായത്തമാക്കുക. അള്ളാഹുവിൻ്റെ അഖ്ലാഖ്, ധാർമ്മികത എന്താണ്? അത് ദൈവിക സിഫത്തുകളാണ്, വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട സവിശേഷ ഗുണങ്ങളാണ്. അതിൻ്റെ തെളിവ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സ്വയം വിവരിക്കുകയുണ്ടായി. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ മഹത്തായ ധാർമ്മികതയിൽ വിരാജിക്കുന്ന വ്യക്തിയാണ്. താങ്കളുടെ സ്ഥാനം മഹത്വപൂർണമാണ്. ഒരിക്കൽ ഹസ്രത്ത് ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഈ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ, എന്തൊക്കെ ധാർമ്മികതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തരം മഹത്തായ പദവിയിലേക്ക് എത്തിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഖുൽഖുൽ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ വിശുദ്ധ ഖുർആന് ആസ്പദമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനനുസരിച്ചായിരുന്നു ആ ധാർമ്മികത സ്വായത്തമാക്കുന്നത്. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ ആയിരുന്നു പിൻപറ്റിയിരുന്നത്. അതായത് അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകൾ
യുടെ യഥാർത്ഥ പ്രകടന ഭാവം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്തിത്വമാണെന്ന് പറയാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ധാർമ്മികതകളൊക്കെ തന്നെ പ്രകടമാക്കി. അതിൻ്റെ ഫലമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൈവിക നിയോഗത്തിന് ശേഷം ഭൂമിയിലും അതുപോലെ തന്നെ സമുദ്രത്തിലും വെള്ളത്തിലും കരയിലും ഒക്കെ തന്നെ ഫസാദും കുഴപ്പവും കലാപവും വ്യാപിച്ചിരുന്നു. മനുഷ്യൻ ഒരു മൃഗതുല്യ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അത് അറേബ്യയുടെ കാര്യം മാത്രമായിരുന്നില്ല, മറ്റ് എല്ലാ രാജ്യങ്ങളുടെയും കാര്യം അത് തന്നെയായിരുന്നു. ഹദരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായിക്കൊണ്ട് ഒരു വന്യജീവിയുടെ മൃഗതുല്യനായ മൃഗപ്രായനായ മനുഷ്യനെ ധാർമ്മികതയുള്ള മനുഷ്യനാക്കി, അതിനുശേഷം യഥാർത്ഥ മനുഷ്യനാക്കി, അതിനുശേഷം ധാർമ്മികതയോട് കൂടിയുള്ള മനുഷ്യനാക്കി മാറ്റി, അതിനുശേഷം ദൈവോന്മുഖനായ മനുഷ്യനാക്കി മാറ്റി. ഇത് ഹദരത്ത് മസീഹ് ഇസ്ലാം പലയിടങ്ങളിൽ വിവരിച്ച കാര്യമാണ്. മനുഷ്യന്റെ മൃഗഗുണങ്ങളിൽ നിന്നും മനുഷ്യത്വ ഗുണത്തിലേക്ക് കൊണ്ടുവരിക, അതുപോലെ പിന്നെ ധാർമ്മികതയിലേക്ക് അവനെ ഉയർത്തുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം വ്യതിരിക്ത സവിശേഷതയാണ്. വലിയ വലിയ പ്രവാചകന്മാർ ഇതിൽ പരാജയപ്പെടുകയുണ്ട്. ഹസരത്ത് മൂസ അലൈഹി ഇസ്ലാം എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ സമുദായം അദ്ദേഹത്തോട് ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്ത് ശിക്ഷണം മുഖേനയാണ് മൃഗതുല്യരായ മനുഷ്യർ ആദ്യം മനുഷ്യരായി, ധാർമ്മികരായി മാറി, ദൈവോന്മുഖരായി മാറി. അവരിൽ തന്നെ ദൈവത്തിൽ നിന്ന് സംഭാഷണം സിദ്ധിച്ചവരും ഉടലെടുക്കുകയുണ്ടായി. ഇനി ചോദ്യം ഇതാണ്, ഈ സിഫത്തുകൾ ദൈവിക ഗുണങ്ങളൊക്കെ തന്നെ ഇവിടെ വിവരിക്കുക സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പ്രകടമായ സിഫത്തുകൾ മുഴുവനായി ഇവിടെ പ്രതിപാദിക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ സൂറ ഫാത്തിഹയുടെ തുടക്കത്തിൽ പറഞ്ഞ 4 സിഫത്തുകളെ കുറിച്ച്, സവിശേഷതകളെ കുറിച്ച് ഞാൻ പറയാം. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അത് പ്രകടമാക്കിയെന്ന് പറയാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ ധാർമ്മികത എങ്ങനെയാണ് സ്വായത്തമാക്കേണ്ടത് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു തരാം. അള്ളാഹു തുടക്കത്തിൽ തന്നെ, ഏറ്റവും ആദ്യത്തിൽ തന്നെ പറഞ്ഞു, ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അള്ളാഹുവിൻ്റെ നാമത്തോടെ. അള്ളാഹുവിൻ്റെ പേര്, യഥാർത്ഥ നാമം അള്ളാഹു ആണ്. അതിനുശേഷം അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ ആദ്യത്തെ സിഫത്ത് വിവരിക്കപ്പെട്ടത് റഹ്മാൻ എന്നതാണ്. റഹ്മാനിയത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ സിഫത്താണ്. അതിൻ്റെ ഒരുപാട് അർത്ഥതലങ്ങളും അതുപോലെ തന്നെ വ്യാഖ്യാനത്തിൻ്റെ ഒരു സമുദ്രം തന്നെയുണ്ട്. എന്നാൽ അതിൻ്റെ ഒരർത്ഥം എന്ന് പറയുന്നത്, ഒരു വളരെ ചെറിയ ഒരു അർത്ഥം എന്ന് പറയുന്നത്, റഹ്മാൻ എന്നത് ചോദിക്കാതെ നൽകുന്നവൻ എന്നാണ്, ആവശ്യപ്പെടാതെ നൽകുന്നവൻ എന്നാണ്. ഒരുപാട് റഹ്മാന്റെ സിഫത്ത് പ്രകടമാക്കിയിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവവികാസങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഒരു ദിവസം മുഴുവനും ചർച്ച ചെയ്താലും തീരുന്നതല്ല. ഒരു ചെറിയ ഉദാഹരണം ഇവിടെ സമർപ്പിക്കാം. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ് അടിക്കടി വിവരിക്കപ്പെടുന്നതാണ്. അദ്ദേഹം വളരെ വിശന്ന് വലഞ്ഞുകൊണ്ട് വഴിയിൽ നിൽക്കുകയായിരുന്നു. ചില ആയത്തുകൾ ഹദരത്ത് ഉമർ റളിയല്ലാഹുവിനോട് ചില ആയത്തുകൾ ചൊല്ലി അതിൻ്റെ തഫ്സീർ ചോദിച്ചു. എൻ്റെ ഈ വിശപ്പിനെ കുറിച്ച് മനസ്സിലാക്കി അദ്ദേഹം എന്തെങ്കിലും കഴിക്കാൻ തരുമെന്ന് കരുതിയാണ് ചോദിച്ചത്. അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല. കുറച്ച് തഫ്സീറൊക്കെ വ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി. അതിനുശേഷം ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അവിടെ വന്നു. അദ്ദേഹത്തോടും ആ ആയത്തുകളുടെ തഫ്സീർ ചോദിച്ചതിൻ്റെ ഉദ്ദേശം, എൻ്റെ വിശപ്പിനെ താങ്കൾ മനസ്സിലാക്കി എനിക്ക് ഭക്ഷണത്തിന് എന്തെങ്കിലും തരുമെന്ന് കരുതിയായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആഗതരായി. ആ ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കേൾപ്പിച്ചു കൊടുത്തിട്ട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പുഞ്ചിരി തൂകി. എന്നിട്ട് ഒന്നും ചോദിക്കാതെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ പറയുന്നു, എൻ്റെ മുഖഭാവത്തിൽ നിന്നും എൻ്റെ ഹൃദയാവസ്ഥയെ അദ്ദേഹം തിരുനബി മനസ്സിലാക്കിയണ്ടേ പറഞ്ഞു, അബൂ ഹുറൈറ എന്നെ പിന്തുടർന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയെ തന്നോടൊപ്പം കൊണ്ടുപോയി. എന്നിട്ട് ഒരു പാത്രത്തിൽ പാല് നൽകി. അത് മാത്രമല്ല കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫത്തെ റഹ്മാൻ എന്നത് കൊണ്ടുള്ള വിവക്ഷ, അവിടെ സഹാബാക്കൾ, വിശപ്പുള്ള അസാബ് സുഫ എന്ന സഹാബകൾ ഉണ്ടായിരുന്നു, അവർക്കും കുറച്ച് നൽകണമായിരുന്നു. അതുകൊണ്ട് ചോദിക്കാതെ തന്നെ, ആവശ്യപ്പെടാതെ തന്നെ അവരെയും വിളിക്കുകയുണ്ടായി, അവരെയും ക്ഷണിക്കുകയുണ്ടായി, അവർക്കും പാല് നൽകുകയുണ്ടായി.
അബൂ ഹുറൈറ അനുവിനെ വിളിക്കേണ്ടായി. ഇത് സിഫത്തെ റഹ്മാനിയത്തിന്റെ ഒരു ചെറിയ പ്രകടമാണ്. മനുഷ്യനെ ആവശ്യപ്പെടാതെ തന്നെ സഹായിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടതുണ്ട്. റഹ്മാനിയത്ത് എന്ന സിഫത്തിന്റെ ധാർമ്മികത മനുഷ്യൻ വെളിപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് പൂർത്തിയാക്കാൻ തന്നാലാവുന്നതും അവൻ ശ്രമിക്കേണ്ടതുണ്ട്. അതാണ് റഹ്മാനിയത്ത് എന്ന സിഫത്ത്. ഇത് ഉന്നത ധാർമ്മിക ഗുണമാണ്, ഇത് ദൈവിക ഗുണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖേന ഒരു മുസ്ലിമിന് ലഭിച്ചതാണിത്. മറ്റൊരു സിഫത്ത് റഹീം എന്നതാണ്. അർ റഹീം എന്നത് ഇസ്മല്ലാ റഹ്മാൻ റഹീം, അള്ളാഹുവിന്റെ പേര് അള്ളാഹു, പിന്നെ റഹ്മാൻ, പിന്നെ റഹീം എന്ന സിഫത്ത്. റഹീം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാരുണ്യം ചെയ്യുന്നവനാണ്. ഹൃദയം, കാരുണ്യം, വാത്സല്യം, അതുപോലെ അനുകമ്പ കൊണ്ട് നിറഞ്ഞതായിരിക്കണം. അതിൻ്റെ പ്രകടഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായി മാറി എന്നതിനെ കുറിച്ചുള്ള ഒരു ഉദാഹരണം സമർപ്പിക്കാം. മക്ക കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം തന്നെ ഒരു മർദ്ദിത കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. കാബയിൽ ചെന്ന് നമസ്കരിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ആളുകൾ കല്ല് വർഷിക്കുമായിരുന്നു. അവിടെ ഒരു വ്യക്തി വന്നു, അറാഷ എന്ന ഒരു വ്യക്തി വന്നു. അയാൾ ഒരു ബദ്ദു ആയിരുന്നു, കാട്ടറബിയായിരുന്നു. ഒട്ടകം വിൽക്കാൻ വേണ്ടി മക്കയുടെ അങ്ങാടിയിൽ വന്നായിരുന്നു. അബൂ ഹുറൈറ അബൂബക്കർ അത് വാങ്ങിച്ചു. ഒരു വ്യക്തി വാങ്ങിച്ചു, പൈസ ഒന്നും കൊടുത്തില്ല. അയാൾ തന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് തേടി മക്കയുടെ വഴിയോരങ്ങളിലൊക്കെ നടന്ന് അലഞ്ഞു. മക്ക പ്രമാണിമാർ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, മുഹമ്മദ് ബിൻ അബ്ദുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് പോവുക, അദ്ദേഹം താങ്കൾ സഹായിക്കുന്നതായിരിക്കും. അയാൾക്ക് ആ കാര്യം മനസ്സിലായില്ല. അയാൾ ആ കാര്യം കേട്ട പാതി കേൾക്കാത്ത പാതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഥ മുഴുവൻ കേട്ടു. എന്നിട്ട് റഹ്മാനിയത്തിന്റെ സിഫത്ത് പ്രകടിപ്പിച്ചു. കാരുണ്യത്തിന്റെ ആ മൂർത്തിഭാവം അവിടെ പ്രകടമായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോടൊപ്പം പോയി. ജാബിർ അബൂ ജഹൽ എന്ന ആ മർക്കടമുഷ്ടിയെ ധാർഷ്ട്യമുള്ള വ്യക്തിയോട് പറഞ്ഞു, ഈ അദ്ദേഹത്തിന് പൈസ തിരിച്ചു കൊടുത്താലും. അയാൾ ഭയന്നുപോയി. എന്നിട്ട് പെട്ടെന്ന് തന്നെ തുക കൊടുത്തു. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്തിനാണ് ഭയന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു വലിയ മത്ത് പിടിച്ച ഒട്ടകം എന്നെ ആക്രമിക്കാൻ വന്നത് ഞാൻ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ലോകത്ത് പ്രകടമായ റഹ്മാനിയത്തിന്റെ, റഹീമിയത്തിന്റെ പ്രകടഭാവമായിരുന്നു അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് ഈ ഒരു പ്രഭാവമാണ് അവർ സ്വായത്തമാക്കേണ്ടത്. റഹ്മാനും റഹീമുമായി അവർ മാറണം. മൂന്നാമത്തെ സിഫത്ത് എന്ന് പറയുന്നത് റബ്ബിൻ്റെതാണ്, റബൂബിയത്തിൻ്റെയാണ്, പരിപാലനത്തിൻ്റെയാണ്. രണ്ടർത്ഥം ഇതിനുണ്ട്. കമാ റബ്ബിയാനി സഗീറ, അതായത് വളർത്തി പോറ്റി വലുതാക്കുക, പരിശീലനം നൽകുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം മുഴുവൻ പരിശീലനം നൽകുക, വളർത്തി വലുതാക്കുക, ശിക്ഷണം നൽകുക, ആവശ്യക്കാരുടെ, വിശപ്പുള്ളവരുടെ ഒക്കെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ റബൂബിയത്ത് എന്ന സിഫത്ത് മനുഷ്യരോട് മാത്രമായിരുന്നില്ല, മറിച്ച് മൃഗങ്ങളോടും ഉണ്ടായിരുന്നു. ഒരു സഹാബി വിവരിക്കുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി. അവിടെ റസൂലുള്ളാഹിയോടൊപ്പം അൻസാരിയുടെ ഒരു തോട്ടത്തിൽ പോയി. അവിടെ ഒരു ഒട്ടകം ഓടി വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തെ താലോലിച്ചു. എന്നിട്ട് ചോദിച്ചു, ഈ ഒട്ടകം ആരുടേതാണ്? അപ്പോൾ ഒരു അൻസാരി വന്നു, എൻ്റെ ഒട്ടകമാണിതെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൃഗങ്ങളെ കുറിച്ച് നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കുക. ഈ ഒട്ടകം, ഊമയായ ഒട്ടകം എന്നോട് പരാതി പറയുന്നത് എൻ്റെ ഉടമസ്ഥൻ എനിക്ക് ഭക്ഷണം കുറച്ചും എന്നോട് നിന്ന് പണി കൂടുതലും എടുക്കുന്നു എന്ന് പറയണ്ടേ. ഇതാണ് റബൂബിയത്തിന്റെ സിഫത്ത്, റബ്ബ്, പരിപാലകത്വം എന്ന് പറയുന്നത്. ആരെങ്കിലും മറ്റുള്ളവരുടെ വിശപ്പടക്കുക, മറ്റുള്ളവരെ പരിപാലിക്കുക, ഇതാണ് റബ്ബിന്റെ സിഫത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ റബൂബിയത്തിന്റെ സിഫത്ത് മനുഷ്യരോട് മാത്രം പരിമിതമായിരുന്നില്ല, അടിമകളോട് മാത്രം പരിമിതമായിരുന്നില്ല, സ്വതന്ത്രരോട് മാത്രം പരിമിതമായിരുന്നില്ല, മൃഗലോകത്തോടും ഉണ്ടായിരുന്നു. പല പക്ഷികളെക്കുറിച്ചും പല മൃഗങ്ങളെക്കുറിച്ചും ഈ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ കാണാം. അവസാനത്തെ നാല് സിഫത്തുകളിൽ സൂറ ഫാത്തിഹയിലെ നാലാമത്തെ അവസാനത്തെ സിഫത്ത് എന്ന് പറയുന്നത് മാലിക്കി യൗമിദ്ദീൻ എന്നതാണ്. മാലിക്കിയത്തിന്റെ സിഫത്താണ്, ഉടമസ്ഥൻ എന്ന സിഫത്താണ്. മനുഷ്യൻ ഉടമസ്ഥനാകുമ്പോൾ
അവൻ്റെ കൈകളിൽ അധികാരം വരുമ്പോൾ ആ സമയത്ത് അവൻ്റെ സ്വഭാവം പരീക്ഷിക്കപ്പെടും, അവൻ്റെ ധാർമ്മികത പരീക്ഷിക്കപ്പെടും, അവൻ്റെ ഉള്ളിൽ എത്രത്തോളം ആ, അവൻ്റെ ഉള്ളിൽ എത്രത്തോളം നീതിയുണ്ട് എന്ന് നോക്കപ്പെടും. ഫതഹ് മക്കയുടെ മക്ക വിജയവേളയിൽ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ ഖുറൈശികൾ, അപരാധികളായ കാഫിര്യങ്ങളായ ഖുറൈശികളൊക്കെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ വന്നുകൊണ്ട് തങ്ങളുടെ ശിക്ഷക്ക് കാത്തിരിക്കുകയായിരുന്നു. അവരുടെ കുറ്റങ്ങളെക്കുറിച്ച്, അപരാധങ്ങളെക്കുറിച്ച് അവർക്ക് കേൾപ്പിച്ചു. അവർ പറഞ്ഞു, അപ്പോൾ പറഞ്ഞു, മാത തുറവുന, നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് എങ്ങനെ പെരുമാറുമെന്നാണ് നിങ്ങൾ കരുതുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഇവിടെ അള്ളാഹുവിന്റെ സിഫത്ത് കരീം എന്നൊരു സിഫത്തുമുണ്ട്. അവർക്കും അറിയാമായിരുന്നു ഈ വ്യക്തി കരീമാണ്, ഉദാരമനസ്കനാണ്. അവർ ആ സിഫത്തിനെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞു, അൻത കരീമുൻ ഇബ്നുൽ കരീം, താങ്കൾ ഔദാര്യവാനാണ്, അള്ളാഹുവിൻ്റെ ദാസനായ കാരുണ്യമുള്ള ഔദാര്യമുള്ള വ്യക്തിയാണ്. നിന്റെ താങ്കളുടെ ധാർമ്മിക ഗുണതയിലുള്ളതാണ് ആണ് ഔദാര്യ മനസ്കത എന്ന് പറയുന്നത്. അത് താങ്കൾ പ്രകടമാക്കിയാലും 13 വർഷം അപരാധം ചെയ്ത കുറ്റവാളികളായ മർദ്ദകരായ ഇവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം അവിടെ പ്രകടമായി. ഒരൊറ്റ ചോദ്യത്തിന് പുറത്ത് 13 വർഷത്തെ കുറ്റങ്ങൾ പുറത്തു കൊടുത്തു. അൻതുമുത്തലക്കാല തസ്രീബ അലൈക്കുമുൽ യൗം എന്ന് പറയുകയുണ്ടായി, വെളിപ്പെടുത്തുകയുണ്ടായി. അത് നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് എതിരെ ഒരു ശിക്ഷാ നടപടി, പ്രതിക്രിയ നടപടിയും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഈ ഗ്രന്ഥം അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു നല്ല ഗ്രന്ഥമാണ്. മനുഷ്യന്റെ ധാർമ്മികത വളർത്തിയെടുക്കാൻ സഭാ സംസ്കരണത്തിന് നല്ല ഗ്രന്ഥമാണ്. ഇത് വായിക്കുകയും മനസ്സിലാക്കിയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ കാലഘട്ടത്ത് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യദുല്ലാഹു തആല ബിൻ അസീസ് യുവാക്കളോട്, ഖാദിമീങ്ങളോട്, ലജ്നകളോട്, ഭാരവാഹികളോട് വിർച്വൽ മീറ്റിംഗ് നടത്തുന്നു. യൂറോപ്പിലുള്ളവരോട്, ഖാദിമീങ്ങളോട് അവരുടെ ചോദ്യങ്ങൾ ഇപ്രകാരമുള്ളതാണ്. പ്രിയങ്കരനായ ഹുസൂർ വളരെ നല്ല നിലയിൽ ഇതിന് മറുപടി നൽകുന്നു. എല്ലാ ഭാഗത്തു നിന്നുള്ള സമഗ്രമായ മറുപടികൾ നൽകുന്നു, അവരെ തൃപ്തിപ്പെടുത്തുന്ന മറുപടി നൽകുന്നു. ഈ ഗ്രന്ഥത്തെ അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം എന്ന ഈ ഗ്രന്ഥം ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യം, ഇസ്ലാമിൻ്റെ അഗാധത മനസ്സിലാക്കുന്ന ഈ ഗ്രന്ഥം വായിക്കേണ്ട അനിവാര്യമാണ്. 100 വർഷമായി ഈ ഗ്രന്ഥം ഈ യൂറോപ്പിന്റെ ഭൂമിയിലാണ് ഈ ലെക്ചർ നൽകിയത്. ഇത് വളരെ അവധാനതയോടെ വായിക്കുക, തങ്ങളുടെ കർമ്മ സംസ്കാരത്തിന് വേണ്ടി ശ്രമിക്കുക, അതുപോലെ തന്നെ ധാർമ്മികത നിങ്ങൾ സ്വായത്തമാക്കുക, ദൈവിക ഗുണങ്ങളെ സ്വായത്തമാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് ലഭിച്ച സിഫത്തുകൾ നമ്മൾ സ്വായത്തമാക്കുക. അതിനുവേണ്ടി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാട്ടെ. ജസാക്കുമുല്ലാഹു തആല വാസിൽ ജസാ. അടുത്ത ചോദ്യം മൗലാന അത്താൽ മുജീബ് ലോൺ സാഹിബിനോടാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരോട് കൽപ്പന നൽകിയത് യാ അയ്യോ റസൂലു കുലു മിനത്ത് തയ്യിബാത്തി വഅലമു സ്വാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം എന്നതാണ്. ഈ ആയത്തിന്റെ തർജ്ജമ ഇപ്രകാരമാണ്: അല്ലയോ പ്രവാചകരെ, നല്ല വസ്തുക്കളിൽ നിന്നും ഭക്ഷണം കഴിക്കുക, നിങ്ങൾക്ക് അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും. അതായത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു തൻ്റെ ഈ പ്രബന്ധത്തിൽ എന്താണ് ഇതിനെക്കുറിച്ചുള്ള തഫ്സീർ വ്യാഖ്യാനം നൽകിയത് എന്നതാണ് ചോദ്യം. ജസാക്കുമുല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൗലാന ഹമീദ് കൗസർ സാബ് ധാർമ്മികതയെക്കുറിച്ച്, അഖ്ലാഖിനെ കുറിച്ച് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഗ്രന്ഥത്തിൽ വിവരിച്ച പോയിന്റുകൾ ഇവിടെ ചുരുക്കരൂപത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഈ ഗ്രന്ഥത്തിൽ അഖ്ലാഖെ ഹസന, സൽസ്വഭാവത്തെ സ്വായത്തമാക്കാനും അതുപോലെ അഖ്ലാഖെ സയ്യ, ദുസ്വഭാവങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനും വേണ്ടിയുള്ള വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. അഖ്ലാഖെ ഹസന, സൽസ്വഭാവം സ്വായത്തമാക്കുന്നതിനുള്ള ഒരു മാർഗമായി ഹുസൂർ ഇവിടെ അവതരിപ്പിച്ച ഒരു കാര്യം, ഇസ്ലാം നമുക്ക് മുന്നിൽ തുറന്നു കാണിച്ച മാർഗങ്ങൾ, അത് മുഖേന ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നന്മക്കുള്ള ആഹ്വാനമുണ്ടാകുന്നു, സൽസ്വഭാവങ്ങൾ സ്വായത്തമാകാൻ അത് കാരണമാക്കുന്നു.
ദ്വാ, നമസ്കാരം, നോമ്പ്, ആരാധനകൾ, ഇവയൊക്കെ തന്നെ ഈ കർമ്മങ്ങളൊക്കെ തന്നെ മുഖേന മനുഷ്യന് നന്മ സ്വായത്തമാക്കാനും സൽസ്വഭാവങ്ങളും സൽപെരുമാറ്റവും കൈക്കൊള്ളാൻ സാധിക്കും. ഇത് സംബന്ധിച്ച് അതായത് മുസ്ലിം മൂന്ന് മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, ഒരു മാർഗം എന്ന് പറയുന്നത് സ്വഹബത്തെ സാലിഹീൻ, അതായത് നല്ലവരുടെ സഹവർത്തിത്വം. കൂനു ആസ്വാദിക്കിന് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതായത് നല്ലവരോട്, സച്ചരിതരോട്, സൽക്കർമ്മകാരികളോട് നിങ്ങൾ സൗഹൃദം സ്വീകരിക്കുക. അത് മുഖേന നിങ്ങൾക്ക് ഉള്ളിൽ നന്മകൾ ഉണ്ടാകുന്നതായിരിക്കും. സൽപ്രകൃതരുമായി നിങ്ങൾ സഹവസിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ സൽസ്വഭാവവും സൽപെരുമാറ്റവും ഉടലെടുക്കുന്നു, നന്മകൾ ഉടലെടുക്കുന്നു. അതുപോലെ തന്നെ ഹുസൂർ മറ്റൊരു മാർഗം പറഞ്ഞത്, കുട്ടിക്കാലത്തെ തന്നെ ഒരു കുട്ടിയുടെ ഉള്ളിൽ നന്മകൾ വിട്ടുകൊടുത്താൽ അതിൻ്റെ ഫലമായി ചെറുപ്പത്തിൽ തന്നെ അവൻ നന്മയിൽ നിലകൊള്ളുകയും അവൻ്റെ ശീലങ്ങൾ നന്നാകുകയും അവൻ്റെ സൽസ്വഭാവങ്ങൾ പ്രകടമാകുകയും ചെയ്യുന്നതാണ്. ഇത് സംബന്ധിച്ച് മറ്റൊരു കാര്യം ഹുസൂർ പറഞ്ഞത്, താങ്കൾ ഇവിടെ ചോദിച്ചത്, ഹുസൂർ പറഞ്ഞ ഒരു കാര്യം, ഒരു മാർഗം, ഒരു ഉപാധി എന്ന് പറയുന്നത് സൽസ്വഭാവം സ്വായത്തമാക്കാൻ മറ്റൊരു മാർഗം ഭക്ഷണം കൂടിയാണ്. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അന്നപാനങ്ങൾ മുഖേനയും അത് കാരണമായും മനുഷ്യനുള്ളിൽ സൽസ്വഭാവമോ ദുസ്വഭാവമോ ഉണ്ടാകുന്നതാണ്. ഭക്ഷണം എന്താണ് കഴിക്കുന്നത്, അതിൻ്റെ ഫലമായി അതിൻ്റെ തുല്യമായ ഒരു സ്വഭാവമായിരിക്കും അവനിൽ നിന്ന് വെളിപ്പെടുക. താങ്കൾ ഇവിടെ അവതരിപ്പിച്ച സൂറത്തുൽ മുഅ്മിനിലെ ആയത്ത് അതത് മുസ്ലിം ഉദ്ധരിക്കേണ്ട, യായ്യോ റസൂലു കുലു മിന തയ്യിബാത്തി വഅമലു സ്വാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം എന്നാണ്. അല്ലയോ പ്രവാചകരെ, നല്ല വസ്തുക്കളിൽ നിന്ന് ഭക്ഷിക്കുവാൻ, അതിന്റെ ഫലമായി നിങ്ങൾക്ക് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രവാചകന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഖുറാന്റെ അഭിസംബോധന പ്രവാചകന്മാരോടെ ആണെങ്കിൽ പ്രവാചകന്മാരെ അനുയായികളും കൂടി അതിൽ ഉൾപ്പെടുന്നതാണ്. അതായത് വിശ്വാസികൾക്ക് ഇത് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയുണ്ട്. അതിന്റെ ഫലമായി എന്താകും, വഅമലു സാലിൻ, നിങ്ങൾക്ക് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നല്ല ഭക്ഷണങ്ങൾ കഴിച്ചതിന്റെ ഫലമായി മനുഷ്യന് നന്മകൾ ചെയ്യാൻ സാധിക്കും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമും ഈ വിഷയത്തെക്കുറിച്ച് ഇസ്ലാമിക മത തത്വജ്ഞാനത്തിൽ വിവരിക്കുകയുണ്ടായി. മനുഷ്യൻ എന്തൊക്കെയാണ് കഴിക്കുന്നത്, അതിന്റെ ഫലമായി മനുഷ്യന്റെ ശരീരത്തിൽ എന്തൊക്കെ സ്വാധീനമാണോ, എന്തൊക്കെ ഫലമാണോ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ആത്മീയതയിലും ഹൃദയത്തിലും അതിന് സ്വാധീനം ഉണ്ടാകുന്നതാണ്. ഹുസൂറിന്റെ ഉദാഹരണം ഇവിടെ അവതരിപ്പിക്കാം. മനുഷ്യൻ പച്ചക്കറികൾ മാത്രം കഴിക്കുകയാണെങ്കിൽ, വെജിറ്റബിൾ മാത്രം കഴിക്കുകയാണെങ്കിൽ അതിന്റെ ഫലമായി അവൻ്റെ ഉള്ളിൽ ഒരു സൗമ്യത, ശാന്തത, ഇതൊക്കെ തന്നെ സൗമ്യഭാവം, ശാന്ത സ്വഭാവം ഉണ്ടാകും. എന്നാൽ ധൈര്യവും ചങ്കൂറ്റവും ഉണ്ടാകുന്നില്ല, ആർജവും ഉണ്ടാകുന്നില്ല. എന്നാൽ വെറും മാംസഭോജി മാത്രമായ ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് ധൈര്യവും ചങ്കൂറ്റവും ഉണ്ടാകും. എന്നാൽ ഈ നൈർമല്യമോ ശാന്തപ്രകൃതമോ ഒന്നും തന്നെ അവനിൽ ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് ഇസ്ലാം ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൻ്റെ രീതിയെക്കുറിച്ച് പറഞ്ഞു, ഭക്ഷണ മര്യാദയെക്കുറിച്ച് പറഞ്ഞത് ഒരു ബാലൻസ് ഉണ്ടാകണം, ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാകണം, സമീകൃത ഭക്ഷണം കഴിക്കണമെന്നാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ പച്ചക്കറി ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ മാംസവും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. രണ്ടും തുല്യമായി ബാലൻസോടുകൂടി സമീകൃതമായി കഴിക്കുമ്പോൾ മനുഷ്യന് രണ്ട് തരത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഈ കാര്യം തന്നെയാണ് വിവരിച്ചത്. ഞാൻ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഉദ്ധരണി ഇവിടെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹുസൂർ പറയുന്നു, ഇസ്ലാം ഭക്ഷണത്തിന്റെ കുറിച്ചുള്ള കൽപ്പനയെ ഒരു നിയമത്തിന് അനുസൃതമാക്കിയാണ് വെച്ചിരിക്കുന്നത്. ആ നിയമം എന്ന് പറയുന്നത് മനുഷ്യൻ തൻ്റെ സ്വഭാവം, തൻ്റെ പ്രകൃതങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, അതിൽ വളരേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും കഴിക്കേണ്ടതുണ്ട്. അതായത് ഏത് ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങൾ ഉപയോഗിച്ചതിനാൽ നിങ്ങൾക്ക് ശരീരത്തിലോ ആത്മീയതയിലോ നിങ്ങളുടെ സ്വഭാവത്തിലോ മോശം പ്രഭാവം ചെലുത്തുന്നത് മാത്രമേ ഉപേക്ഷിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ പച്ചക്കറിയോടൊപ്പം മാംസവും കഴിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്, ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. കാരണം ചില സ്വഭാവങ്ങൾ രൂപപ്പെടുന്നത്
ഉരുവപ്പെടുന്നത് പച്ചക്കറി കഴിക്കുമ്പോഴാണ്. ഉദാഹരണത്തിന് ശാന്തത, അതുപോലെ സൗമ്യത, ഇവയ്ക്ക് പച്ചക്കറി കഴിക്കുന്നതിലൂടെയാണ് നിങ്ങളിലുണ്ടാകുന്നത്. എന്നാൽ ധൈര്യം, ആർജവം, അതുപോലെ തന്നെ ചങ്കൂറ്റം എന്നതൊക്കെ മൃഗങ്ങളെ കഴിക്കുന്നതിലൂടെ, മാംസം കഴിക്കുന്നതിലൂടെയാണ് ഉടലെടുക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം കൽപ്പന നൽകിയിരിക്കുന്നത് മനുഷ്യനിലുള്ള എല്ലാതരം സ്വഭാവങ്ങളും അവൻ വളർത്തിയെടുക്കണം എന്നാണ്. ഇങ്ങനെയാണ് ഉസൂർ ഇതിനെ വ്യാഖ്യാനിച്ചത്. ഉസൂർ കൂടുതൽ വിവരിക്കുന്നു. ഇസ്ലാം പഠിപ്പിച്ചത് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാംസം കഴിക്കാൻ വേണ്ടി കൽപ്പനയുണ്ടെങ്കിൽ മാംസം മാത്രം കഴിക്കുക, പച്ചക്കറി കഴിക്കാനുള്ള കൽപ്പന പച്ചക്കറി മാത്രം കഴിക്കണം എന്നല്ല പറഞ്ഞത്. മറ്റൊരു ആയത്ത് സൂറത്തുൽ ആറാഫിലെ ഇതിൽ അവതരിപ്പിച്ചത് യാ ബനി ആദമ ഖുസു സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫൂൻ. അല്ലെ വിശ്വാസികളെ, സൽ സ്വഭാവം സ്വീകരിക്കുന്നതിന് വേണ്ടി ആരാധനകൾ അകവും പുറം നന്നാക്കിക്കൊണ്ട് ചെയ്യുക, എല്ലാതരം ഭക്ഷണപാനീയങ്ങളും ഉപയോഗിക്കുക, ഒരു ഭാഗത്ത് മാത്രം ഊന്നൽ നൽകരുത്. അതായത് നിങ്ങൾ അമിതത്വം പാലിക്കരുത്. എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിനും വേണ്ടിയുള്ള ഭക്ഷണം കഴിക്കേണ്ടതാണ്. ഇതാണ് ഭക്ഷണ മര്യാദയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റൊരു ആയത്ത് ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചത്, ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിപ്പിച്ചത് ഭക്ഷണപാനീയങ്ങളുടെ ഫലമായി മനുഷ്യൻ്റെ സ്വഭാവങ്ങളും ശീലങ്ങളും സ്വാധീനിക്കപ്പെടുന്നു. ഹുസൂർ മറ്റൊരു ആയത്ത് അവതരിപ്പിച്ചത് എല്ലാത്തിനും ഒരു പരിമിതി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിച്ചുകൊണ്ടിരിക്കുക എന്നതല്ല അധ്യാപനം നൽകിയത്. ശുദ്ധമായ ഭക്ഷണം കഴിക്കണം, നിങ്ങൾ അമിതത്വം കാണിക്കരുത്. അതുപോലെ തന്നെ മറ്റൊരു അധ്യാപനം നൽകിയത് എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ കാരണം ഇതാണ്: അത് കഴിക്കുന്നത് മുഖേന മനുഷ്യൻ്റെ സ്വഭാവം ദൂഷ്യമാകുന്നു, മനുഷ്യന്റെ സ്വഭാവത്തിൽ മോശം പ്രഭാവം ചെലുത്തപ്പെടുന്നു. സൂറ അനാമിലെ ഒരു ആയത്ത് ഇവിടെ ഉദ്ധരിക്കേണ്ട ഖുൽ ലാ അജിദു ഫീമ ഊഹിയ ഇലയ്യ മുഹറമൻ അലാ ത്വായിമിൻ യതമുഹു ബില്ലാഹി അയ്യകൂന മൈതതൻ ഔ ദമൻ മസ്ഫൂഹൻ ഔ ലഹമ ഖിൻസീറിൻ ഫഇന്നഹു റിജ്സുൻ ഔ ഫിസ്ഖൻ ഉഹില്ല ലിഗൈരില്ലാഹി. പറയുക, ഞാൻ വഹി മുഖേന ഭക്ഷണത്തിൽ നിന്ന് വിലക്കിയത് ഈ കാര്യങ്ങൾ മാത്രമാണ്. അതായത് ശവം, അതുപോലെ തന്നെ പന്നിമാംസം, രക്തം, ഇവയൊക്കെ തന്നെ ദുഷ്പ്രഭാവം ചെലുത്തുന്നതാണ്, മനുഷ്യനെ മതത്തിൽ നിന്ന് പുറത്താക്കുന്നതും മനുഷ്യനെ ആർജവമില്ലാതാക്കുന്നവനുമാണ്, നിർലജ്ജനാക്കുന്നതുമാണ്. അതായത് അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ മറ്റൊരു പേരിൽ അറക്കപ്പെട്ട മാംസവും മറ്റൊരു ആരാധ്യന്റെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ബലി നൽകപ്പെട്ടതും ദൈവത്തെ കൂടാതെ മറ്റെന്തെങ്കിലും പേര് ഉച്ചരിക്കപ്പെട്ട ബലി മൃഗവും ഒക്കെ തന്നെ ഹറാമാണ്, നിഷിദ്ധമാണ്, വർജ്യമാണ്. എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഹറാമാക്കിയ, നിഷിദ്ധമാക്കപ്പെട്ടിയ കാര്യങ്ങളുടെ കാരണം എന്ന് പറയുന്നത് അത് കഴിക്കുന്നതിന് ഫലമായി അള്ളാഹു പറഞ്ഞതുപോലെ ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത്, ഈ ഹറാമാക്കിയ വസ്തുക്കൾ കഴിക്കുന്നതിലൂടെ മനുഷ്യന്റെ സ്വഭാവങ്ങളിൽ ദുഷിച്ച പ്രഭാവം ഉണ്ടാകുന്നു. അവൻ്റെ സ്വഭാവത്തോടൊപ്പം അവൻ്റെ ശീലങ്ങളും ചീത്തയായി മാറുന്നു, അവൻ ദീനിൽ നിന്നും മാറുന്നു, ആത്മീയതയിൽ ഇടിവ് വരുന്നു. അതുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ടത് ആത്മീയത വർദ്ധിപ്പിക്കുന്ന, പരിപോഷിപ്പിക്കപ്പെടുന്ന നന്മകളിൽ അവനെ മുന്നേറാൻ സഹായിക്കുന്നതായിരിക്കണം. ഉസൂർ ഇതിൻ്റെ എല്ലാത്തിനും രത്നചുരുക്കമായി പറഞ്ഞ കാര്യം പറഞ്ഞവിടെ ഞാൻ അവസാനിപ്പിക്കാം. ഇസ്ലാം ഭക്ഷണത്തിനുള്ള ധാർമ്മികതയുടെ പ്രഭാവത്തെക്കുറിച്ച് ഇസ്ലാം ഊന്നൽ നൽകിയിട്ടുണ്ട്. ഇസ്ലാം നൽകുന്നത് ഭക്ഷണം കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്നാണ്. ഇവിടെ ഹുസൂർ പറയുന്നു, ഇസ്ലാം ഭക്ഷണം മുഖേനയുള്ള സ്വഭാവ പരിഷ്കരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാർമ്മികത സ്വായത്തമാക്കാൻ വേണ്ടിയുള്ള ഭക്ഷണത്തിൻ്റെ മാർഗം നിശ്ചയിച്ചുകൊണ്ട് അള്ളാഹു ഇതിൽ പറയുന്നു. അതിന് അനുമതി നൽകിയിരിക്കുന്നത്
ഏതു പരിധി വരെ നിങ്ങൾക്ക് സ്വഭാവത്തിൽ നല്ല പ്രഭാവം ചെലുത്തുന്ന ഭക്ഷണം മാത്രമേ നിങ്ങൾ കഴിക്കാൻ പാടുകയുള്ളൂ. അത് മുസ്ലിം മോദുല്ലാനു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തയ്യിബാത്ത് പരിശുദ്ധ വസ്തുക്കൾ, ഹലാലായ അനുവദനീയമായതിലും തയ്യിബായ പരിശുദ്ധമായ അനുയോജ്യമായ ഭക്ഷണങ്ങൾ, ഹിതകരമായ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വൃത്തികെട്ട ദുഷിച്ച ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ സ്വഭാവത്തെ അത് മോശമായി ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം നന്നാകണമെങ്കിൽ, നമ്മുടെ ശീലങ്ങൾ നല്ലതായി മാറണമെങ്കിൽ, നന്മ നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കണമെങ്കിൽ തയ്യിബാത്തുകൾ, ശുദ്ധമായ വസ്തുക്കൾ ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ്. ജസാക്കുമുല്ലാ വാസിൽ ജസാ. മാന്യപ്രേക്ഷകരെ, ഒരു ടെലിഫോൺ കോളർ ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നു. ബംഗ്ലാദേശിൽ നിന്നും ആരിഫ് സമാൻ സാബ് ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യം കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരിഫ് സാബ്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരിഫ് സാബ് പറഞ്ഞോളൂ. എൻ്റെ ചോദ്യം ഇതാണ്. ആ ചോദ്യം ചോദിക്കട്ടെ. ചോദിച്ചോളും. അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ ഹദരത്ത് മുസ്ലിം മൗദ് അൻഹു അള്ളാഹുവിൻ്റെ യഥാർത്ഥ സിഫത്തുകൾ, അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രാധാന്യം എന്താണ് പറഞ്ഞത്? എൻ്റെ ചോദ്യം ഇതാണ്. ജസാക്കുമല്ലാ വാസൽ ജസാ. ജസാക്കല്ലാ ആരിഫ് സാബ്. ഞാൻ മൗലാന ഹമീദ് ഖോസ സാഹിബിനോട് ചോദിക്കുന്നത്, അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ അള്ളാഹുവിൻ്റെ എന്തൊക്കെ യഥാർത്ഥ ഏത് സിഫത്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ആ സിഫത്ത് മുഖേന ദൈവവുമായി ബന്ധപ്പെടാനുള്ള രീതി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിനെക്കുറിച്ച് ചുരുക്കി വിവരിക്കാമോ? ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് മനുഷ്യന് ദൈവവുമായി എങ്ങനെ ബന്ധം സ്ഥാപിക്കാം. ഇതൊരു പ്രസക്തമായ ചോദ്യമായിരുന്നു യൂറോപ്പിൽ അന്നും ഇന്നും അത് പ്രസക്തം തന്നെയാണ്. അള്ളാഹുവിൻ്റെ ചില സിഫത്തുകളെ കുറിച്ച് വിവരിച്ചതിന് ശേഷം അതിൻ്റെ വ്യാഖ്യാനം, വിശദീകരണങ്ങൾ അത് മുസ്ലിം നൽകിയുണ്ടായി. അതിലൊന്ന് പറഞ്ഞത് അള്ളാഹു സമീഉ ദുആകൾ കേൾക്കുന്നവനാണ്. അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവൻ നിങ്ങളുടെ വിളിക്കുത്തരം നൽകുന്നവനാണ് എന്നാണ്. അള്ളാഹുമായി ബന്ധപ്പെടാനുള്ള മാർഗം, ബന്ധം സ്ഥാപിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി അള്ളാഹുവിനെ വിളിക്കുക. ഊദുഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുക, അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഇസ്ലാം അവതരിപ്പിക്കുന്ന അള്ളാഹു എന്ന് പറയുന്നത്, ആ അള്ളാഹുവിനെ കുറിച്ച് പ്രഖ്യാപിക്കുന്നത്, അള്ളാഹു പറയുന്നത് നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ നിങ്ങളുടെ വിളിക്കുത്തരം നൽകും എന്നതാണ്. മറ്റൊരു മതവും, ലോകത്തിലുള്ള ഒരു മതവും വാദിക്കുന്നില്ല അവരുടെ ദൈവത്തെ വിളിച്ചാൽ മറുപടി നൽകുമെന്ന്. നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് മറുപടി ഒന്നും തന്നെ ലഭിക്കുന്നതല്ല. ഇത് ഇങ്ങനെ പറയുന്നതിന് തുല്യമാണ്. ഒരു മനുഷ്യൻ കാട്ടിൽ അലഞ്ഞുപോയി ആരെങ്കിലും രക്ഷിക്കാനുണ്ടോ എന്ന് വിളിച്ചു കരഞ്ഞാൽ മറുപടി ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ അവിടെ ആരുമില്ലെന്നാണ് അയാൾ കരുതുക. അത് തന്നെയാണ് മറ്റു മതങ്ങളുടെയും അവസ്ഥ. അവർ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ദേവീ ദേവതകളെയൊക്കെ തന്നെ നമ്മൾ കാണുന്നു, അതിനൊന്നും മറുപടി ലഭിക്കുന്നില്ല. എന്നാൽ ഇസ്ലാം എന്ന മതത്തിന്റെ പ്രത്യേകത, അത് സമീഉ ദുആ സ്വീകാര്യത ഉള്ള ഒരു ദൈവത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. അവൻ്റെ ദൈവം വിളിക്കുത്തരം നൽകുന്നതിന് പല മാർഗങ്ങളുണ്ട്. കുറഞ്ഞത് മനുഷ്യന് മനസ്സമാധാനം അതിലൂടെ ലഭിക്കുന്നു. ആ ദുആ അവന് അനുഗുണമല്ലെങ്കിൽ മാത്രം പൂർത്തിയാക്കില്ല. അവന് മോശകരമാണെങ്കിൽ അത് പൂർത്തിയാകുന്നതല്ല. മാത്രമല്ല, അത് പൂർത്തിയാകാത്തത് തനിക്ക് അതുകൊണ്ട് മോശമുണ്ടാകുന്നതാണെന്ന് അള്ളാഹു മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. അത് മസീഹ് അലൈഹി ഇസ്ലാം ഈ വിഷയത്തെക്കുറിച്ച് മൽഫൂസാത്തിലും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ പറയുകയുണ്ട്, പലതവണ ആവർത്തിച്ച് പറയുകയുണ്ടായി. മാതാവിനെയും കുഞ്ഞിനെയും നമുക്ക് എടുത്തു നോക്കിയാൽ ലോകത്തുള്ള ഏറ്റവും അടുത്ത ബന്ധം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മാതാവിനോടുള്ളതാണ്. 6 മാസത്തെ കുട്ടി അല്ലെങ്കിൽ ചെറിയൊരു കുഞ്ഞ്, കൈക്കുഞ്ഞ്, ഒരു തീക്കനൽ കണ്ടപ്പോൾ കണ്ട ഒരു കുഞ്ഞ് അത് തൊടാൻ ശ്രമിക്കുമ്പോൾ മാതാവ് ആ കുട്ടിയെ ആ തീക്കനൽ തൊടാൻ സമ്മതിക്കുന്നതല്ല. കുട്ടിക്ക് ദേഷ്യം പിടിക്കുന്നു, ഇത് എൻ്റെ കളിപ്പാട്ടം എന്തുകൊണ്ട് എന്നെ തൊടാൻ വിടുന്നില്ല എന്ന് ചോദിക്കുന്നു. എന്നാൽ കുട്ടിയുടെ കുറിച്ച് നല്ലത് ചിന്തിക്കുന്ന ശുഭചിന്ത ഉള്ള മാതാവിനും അറിയാം
ഈ കനൽ പിടിച്ചാൽ ഈ കുട്ടിക്ക് അത് ഉപദ്രവമുണ്ടാക്കും, ദ്രോഹമുണ്ടാക്കും. അതുകൊണ്ട് മറ്റൊരു കളിപ്പാട്ടം കൊടുത്തിട്ട് പറഞ്ഞു, ഈ കളിപ്പാട്ടം കൊണ്ട് നീ കളിച്ചോളൂ എന്ന് പറയുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന് അറിയാം ഈ ഒരു ദുആ സ്വീകരിച്ചാൽ ഇവന് അത് മോശമുണ്ടാക്കുമെന്ന് അള്ളാഹുവിനാണ് നന്നായി അറിയുന്നത്. അതുകൊണ്ട് ചില ദുആകൾ അള്ളാഹു സ്വീകരിക്കുന്നതല്ല, എന്നാൽ അവർ മനസ്സിലാക്കി കൊടുക്കുന്നു. ഇതിനു പകരം നിനക്ക് മറ്റൊന്ന് കാര്യങ്ങൾ പ്രദാനം ചെയ്യാം, അല്ലെങ്കിൽ ഈ ദുആ ഇങ്ങനെ ദുആ മാത്രമാണ് നിങ്ങൾക്ക് പ്രയോജനം പറയുകയുണ്ട്. ഏറ്റവും വലിയ മാർഗം അള്ളാഹുവിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനമായ ഉപാധി എന്നത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുന്നതാണ്. മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ സൂറ ഫാത്തിഹയിൽ പഠിപ്പിച്ച ദുആ എന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ നിന്നിലേക്ക് എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്നിലേക്ക് എത്തുന്ന മാർഗത്തിലേക്ക് എന്നെ നയിച്ചാലും, മാർഗം എനിക്ക് പറഞ്ഞു തന്നാലും, മാർഗം നല്ലതാകുക എന്നതും ശരിയായ മാർഗം തിരഞ്ഞെടുക്കുക എന്നതും ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള ഒരു പ്രധാന ഘടകമാണ്. ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോകാൻ പട്ടാൻകോട്ടിന്റെ ഭാഗത്തിലേക്ക് പോയല്ലോ ആയസ് കഴിഞ്ഞാലും ഡൽഹിയിൽ എത്തുന്നതല്ല. ആദ്യം ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ആ ഒരു ദിശ മനസ്സിലാക്കേണ്ടതും അതിലേക്കുള്ള മാർഗത്തെ മനസ്സിലാക്കേണ്ടതും മനുഷ്യന് അനിവാര്യമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന ദുആ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ചൊല്ലുക. അങ്ങനെ അതിനുശേഷം നിങ്ങൾ ഒരു മാർഗം അവലംബിക്കുക. ഹുസൂർ ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ നൽകിക്കൊണ്ട് ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ ചില സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് പറഞ്ഞത്, ഈ കാലഘട്ടത്തിലും അള്ളാഹു ദുആകൾ സ്വീകരിക്കുന്നു, ദുആകൾ കേൾക്കുന്നു, അവനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവന് അവൻ മാർഗനിർദ്ദേശം നൽകുന്നു. ജസാക്കുമുല്ലാഹ് അസ്സൽ ജസാ. ഇനി അടുത്ത ചോദ്യം മൗലാന ഹമീദ് കൗസർ സാഹിബിനോട് തന്നെയാണ്. സാമൂഹികമായ ബന്ധങ്ങൾ നന്നാക്കാൻ വേണ്ടി കുടുംബ ബന്ധങ്ങൾ നന്നാക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ട് ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ചുള്ള ഇസ്ലാമിക അധ്യാപനങ്ങളെ കുറിച്ച് കുറച്ച് വിവരിക്കാമോ? ഹസരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഈ ഗ്രന്ഥത്തിൽ തന്നെ ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ച നടത്തിയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ നിലയിൽ ചില ഉദാഹരണങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലാക്കി തരാനും ശ്രമിക്കുന്നതാണ്. ഹുസൂർ പറയുകയുണ്ടായി, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി പക്വപ്രായത്തിലെത്തുമ്പോൾ, പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ നിക്കാഹ് വിവാഹം നടക്കുന്നു. ഇവർ രണ്ടുപേരുടെയും വിവാഹത്തിന്റെ ഫലമായി ഒരു പുതിയ കുടുംബത്തിന് അടിത്തറ പാകപ്പെടുന്നു, ഒരു പുതിയ പരമ്പരക്ക് തുടക്കം കുറിക്കുന്നു. ഉദാഹരണത്തിന് ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു ഹസ്രത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹം നടന്നു. അതിനുശേഷം സാദാത്തിന്റെ പരമ്പര അതിനുശേഷം വന്നു. ആ ഒരു വിവാഹത്തിന്റെ നിക്കാഹിന്റെ ഫലമായാണ് ആ വംശപരമ്പര തുടർന്നു പോയത്. ഹുസൂർ പറഞ്ഞു, ഒരു പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീയും വിവാഹം കഴിക്കുമ്പോൾ ഒരു പുതിയ കുടുംബത്തിന് അവിടെ തുടക്കം കുറിക്കുന്നു. ആ സമയത്ത് ആണും പെണ്ണും പരസ്പരം സ്വീകരിക്കുമ്പോൾ 4 കാര്യങ്ങൾ മുൻനിർത്തിയായിരിക്കും ആണ് പെണ്ണിനെ തിരഞ്ഞെടുക്കുക, പെണ്ണ് തിരഞ്ഞെടുക്കുക. ഒന്നെങ്കിൽ സ്വത്തായിരിക്കും, അല്ലെങ്കിൽ കുടുംബ മഹിമായിരിക്കും, അല്ലെങ്കിൽ ആ ആൺകുട്ടിയുടെ പെൺകുട്ടിയുടെ സൗന്ദര്യവും രൂപലാവണ്യങ്ങളുമായിരിക്കും, അല്ലെങ്കിൽ ദീൻ സൽസ്വഭാവമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അള്ളാഹു നിങ്ങൾക്ക് നന്മ വരുത്തണമെങ്കിൽ നിങ്ങൾ ദീനിയായ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ നിങ്ങൾ വിവാഹം കഴിക്കുക. ഇതാണ് അടിസ്ഥാന തത്വം. ദീനിനെ മുന്തിക്കുകയാണെങ്കിൽ, രണ്ടുപേരും മുന്തിക്കുകയാണെങ്കിൽ, വരും തലമുറ അതുപോലെ വംശപരമ്പര എന്തിനു വേണ്ടിയാണോ വിവാഹത്തിന്റെ അടിസ്ഥാനം എന്നത് സൽസ്വഭാവികളായ കുട്ടികൾ എന്നതാണ്. റബ്ബന അബ്ലന മിൻ അസ്വാജിന വസുരിയാത്തിന ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നാണ് ദുആ ചെയ്യേണ്ടത്. അല്ലാഹുവേ സൽപ്രകൃതരായ സദ്വൃത്തരായ കുട്ടികളെ, സൽസന്താനങ്ങളെ, കണ്ണിന് കുളിർമയേകിയാകുന്ന മക്കളെ നൽകിയാലും അവർക്ക് നമ്മൾ ഇമാമാകണം, അതായത് ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളിലും മാർഗദർശിയായിരിക്കണം എന്നാണ് ദുആ ചെയ്യുന്നത്. ഒരു ഉദാഹരണം ഇവിടെ സമർപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ എങ്ങനെയാണ് സ്വായത്തമാക്കിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം 25 വയസ്സായിരുന്നു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത് ഹദരത്ത് ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. അവരുടെ പ്രായം 40 വയസ്സായിരുന്നു. എന്തിനായിരുന്നു ആ വിവാഹം നടന്നത്? കാരണം
അവർ താഹിറ എന്നായിരുന്നു അറിയപ്പെട്ടത്, പരിശുദ്ധ എന്നാണ് അറിയപ്പെട്ടത്. അവരുടെ 2 ഭർത്താക്കന്മാർ മരണപ്പെട്ടിരുന്നു, 2 തവണ അവർ വിധവയായിരുന്നു. എന്നിട്ടും അവരുടെ സൽസ്വഭാവം അതുപോലെ പരിശുദ്ധിയും കാരണം ആയിരുന്നു 40 വയസ്സ് പ്രായമുള്ള മുതിർന്ന സ്ത്രീ ആയിട്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിച്ചത്. 15 വർഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവാഹബന്ധത്തിൽ തന്നെയാണ് കൂടിയത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് പ്രായമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ദിവ്യ വെളിപാടുണ്ടായി. ഒരു ഭാര്യ ഭർത്താവ് 15 വർഷമായി തുടർന്ന് പോകുന്നു. ആ 15 വർഷത്തെ വിവാഹബന്ധത്തിൽ മക്കളുമുണ്ട്. എന്നാൽ ഭാര്യ തൻ്റെ ഭർത്താവിനെ ദൂരത്തുള്ള ഹിറാ ഗുഹയിലേക്ക് പോയി ദുആ ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഭാര്യ തടയുന്നില്ല. മക്കളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ആദ്യത്തെ വഹി ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ അടുത്തേക്ക് വന്നപ്പോൾ ആ ഭാര്യ പറഞ്ഞത്, അള്ളാഹുവാണ്, താങ്കൾ സന്തുഷ്ടനാകുവിൻ. അള്ളാഹു ഒരിക്കലും താങ്കളെ അപമാനിതരാക്കുന്നതല്ല. താങ്കൾ രക്തബന്ധം മുടിയുറപ്പിക്കുന്നവനാണ്. താങ്കൾ മർദ്ദിതരെ സഹായിക്കുന്നവനാണ്. നോക്കുക, ഒരു ഭാര്യ താഹിറയാണ്, പരിശുദ്ധയാണ്. പരിശുദ്ധയായ കാര്യത്താലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിച്ചത്. തിരുനബിയുടെ നുബുവത്ത് വാദം കേട്ടതോടെ തന്നെ ആ ഭാര്യ ഇസ്ലാം സ്വീകരിക്കേണ്ടത്. ഒരുപാട് സ്ത്രീകൾ മക്കയിലുണ്ടായിരുന്നു, ഹിന്ദു ഉണ്ടായിരുന്നു, പല സ്ത്രീകളും മക്കയിലുണ്ടായിരുന്നല്ലോ. എന്നാൽ ഈ താഹിറ, ഈ പരിശുദ്ധിയായ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഉള്ളിൽ ഒരു ദീനി ഗുണം, ഒരു പരിശുദ്ധത ഉള്ളത് കൊണ്ടാണ് വിവാഹം കഴിച്ചത്. വിശുദ്ധ ഖുർആൻ 2 ഉദാഹരണങ്ങളാണ് ഇത് സംബന്ധിച്ച് നൽകിയത്. നൂഹിന്റെ ഭാര്യയെക്കുറിച്ചും ലൂത്തിന്റെ ഭാര്യയെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ ഉപമകൾ സമർപ്പിക്കുന്നുണ്ട്. 2 പേരും തങ്ങളുടെ ഭർത്താക്കന്മാരോട് വഞ്ചന കാണിച്ചു. സൂറ തഹരീമിൽ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളുണ്ട്. 2 പേർക്കും ശിക്ഷ ഇറങ്ങുകയുണ്ടായി. എന്താണ് ഫലമുണ്ടായത്? അതിൽ നിന്നും ഉണ്ടായത് ദീനുള്ള, പരിശുദ്ധതയുള്ള, ചരിത്രവതിയായ ഭാര്യയെ സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവിനെ സ്വീകരിക്കുമ്പോൾ അള്ളാഹു ആ ബന്ധത്തിൽ ബർക്കത്ത്, ഐശ്വര്യം ചൊരിയുന്നു. അങ്ങനെയാണ് ഒരു നല്ല സമൂഹം വാർത്തെടുക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഒരു നല്ല സമുദായം വാർത്തെടുക്കപ്പെടുന്നത്. ജന്നത്ത് താത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്നതിൻ്റെ അർത്ഥം മാതാക്കളെ അനുസരിക്കണമെങ്കിൽ അതിന് അവർ യോഗ്യരായിരിക്കണം. ഹദരത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു ഈ കാര്യം ഇവിടെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ആദ്യം ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധവും അതുപോലെ തന്നെ ഇടപാടും വ്യവഹാരം ആദ്യം നന്നായിരിക്കണം, പിന്നീടായിരിക്കണം മറ്റു കാര്യങ്ങൾ. ഉസൂർ ഇവിടെ ഒരു ഉദാഹരണം നൽകി മനസ്സിലാക്കി തരുന്നത് പറയുന്നു. നോക്കൂ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വിവാഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്നത് സന്താനങ്ങൾ, അത് അവർ മുത്തക്കീങ്ങൾക്ക്, ഭയഭക്തിയുള്ളവർക്ക് ഇമാമിങ്ങളായി മാറണം. ഈ ഒരു ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടിയുള്ള മാർഗത്തിൽ ശൈത്താനും ഇബ്ലീസും ഒരുപാട് വഴിമുടക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവർ ആ വഴിയിൽ മാർഗതടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ലാ തത്തബിയു ഖുത്വാത്തി ശൈത്താൻ ഇന്നഹും ലക്കും അദുവ്വും മുബീൻ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളെ ഉപദേശിച്ചത്, നിങ്ങൾ ശൈത്താനെ പിന്തുടരരുത്, നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക, നിങ്ങൾ മനസ്സിൽ ദൃഢമായി വിശ്വസിക്കുക, അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. ഇന്ന് പാശ്ചാത്യത്തിൽ വെസ്റ്റേൺ ലൈഫിൽ ലോകം അമർത്തിരിക്കുകയാണ്. അനാശാസ്യം, അതുപോലെ തന്നെ തിന്മയുടെ എല്ലാ കാര്യങ്ങളിലും മനുഷ്യൻ കൂപ്പുകുത്തിയിരിക്കുകയാണ്. മനുഷ്യനെ അള്ളാഹു ആദ്യം തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത്, നിങ്ങൾ പിശാചിനെ, ശൈത്താനെ പിന്തുടരരുത്, അതിനെ പിൻപറ്റരുത്, അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. അവൻ റഹ്മാനായ അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ ആട്ടിയകറ്റുന്നതായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ യുവതലമുറ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രഥമമായ കാര്യം, അള്ളാഹു നമുക്ക് വേണ്ടി ഇസ്ലാം എന്ന മതം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇതിനേക്കാൾ മികച്ച മറ്റൊരു അധ്യാപനവും ഇന്ന് ലോകത്തില്ല. 1400 വർഷങ്ങളായി ഇതൊരു പരീക്ഷിച്ചറിഞ്ഞ വിജയിച്ച ഒരു കാര്യമാണ്. ഇസ്ലാമിക അധ്യാപനങ്ങൾ മുഖേന മാത്രമാണ് ഒരു സമൂഹത്തിൽ
സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെയും ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ ഇത് സ്വീകരിച്ചാൽ മാത്രമേ ഈ ഭിന്നതകളൊക്കെ തന്നെ ദൂരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് ഐദുല്ലാ തആല ബിൻ അസീസിന്റെ ബയ്യത്തിന്റെ നിബന്ധനകളും അഹമ്മദിയുടെ ഉത്തരവാദിത്തങ്ങളും എന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ വിവിധ ഉദ്ധരണികൾ ഹുസൂർ നൽകിയിട്ടുണ്ട്. അതിൽ ഒരു കാര്യം കൊടുത്തിരിക്കുന്നത്, ചില സന്ദർഭങ്ങളിൽ ചില യുവാക്കൾ ലൈനിൽ നിന്ന് തെറ്റിമാറുന്നു, വഴി തെറ്റിപ്പോകുന്നു, സിറാത്ത മുസ്തഖിൽ നിന്നും നേർമാർഗത്തിൽ നിന്നും ഈ ഭൗതികതയുടെ കാറ്റുകൊണ്ട് അവരുടെ ഭൗതികതയുടെ സ്വാധീനത്താൽ വഴി തെറ്റിപ്പോകുന്നു, മാർഗവംശത്തിലാകുന്നു. മുസ്ലിമോതും ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അവരെ കാഠിന്യത്തോടെ പരിശുദ്ധയോടെ അല്ല, അവരെ അറിവോടെ അവരെ വൈജ്ഞാനികമായ നിലയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. അതുപോലെ അവരിൽ നിന്ന് ഒരിക്കലും നിരാശരാകരുത്, അവരെ നിരാശയിൽ നിന്ന് മാറ്റേണ്ടതുമുണ്ട്. അവരെ തിന്മകളിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടി ഉപദേശിക്കേണ്ടതുണ്ട്. ഹുസൂർ ഐദുല്ലാ തആല ബിൻ അസീസ് ഈ കാലഘട്ടത്തിൽ ഒരു ഉദാഹരണം നൽകേണ്ടായി. ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമക്ഷം വന്നിട്ട് പറഞ്ഞു, എന്നിൽ ഒരുപാട് ദുസ്വഭാവങ്ങളുണ്ട്, തിന്മകളുണ്ട്, എന്തെങ്കിലും എനിക്ക് ഉപദേശം നൽകിയാലും ഞാൻ എങ്ങനെ ഈ തിന്മകളിൽ നിന്നും രക്ഷപ്പെടും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ വ്യക്തിയുടെ സ്വഭാവം, മാനസിക പ്രകൃതം, സൈക്കോളജി മനസ്സിലായി. ഒരു വിദഗ്ധ ഡോക്ടറെ പോലെ ആ വ്യക്തിയുടെ ചികിത്സ നടത്തി. അതിനൊരു ചികിത്സ മാത്രമേ ഉള്ളൂ. പറഞ്ഞു, താങ്കൾ എന്നോട് വാഗ്ദാനം ചെയ്താലും ഒരിക്കലും താങ്കൾ കളവ് പറയില്ല എന്ന് വാക്ക് തന്നാലും. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഇത് വളരെ എളുപ്പമുള്ള കാര്യമല്ലേ. ഈ വാഗ്ദാനം ചെയ്ത് ആ വ്യക്തി പോയതിനു ശേഷം എന്തെങ്കിലും തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ തന്നെ, ഞാൻ ഈ കളവ് പറഞ്ഞാൽ, ഇത് തെറ്റായി വിവരിച്ചപ്പെട്ടാൽ, അതായത് ഞാൻ ചെയ്ത തിന്മയെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കളവ് പറഞ്ഞാൽ എൻ്റെ വാഗ്ദാനം ലംഘനമാവും, സത്യം പറഞ്ഞാൽ എനിക്ക് ശിക്ഷ ലഭിക്കും. അതായത് ഇങ്ങനെ മനുഷ്യരുടെ സൈക്കോളജി മനസ്സിലാക്കിയാണ് പെരുമാറേണ്ടത്. യുവാക്കളെ മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കാനും ആണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ, ഒരു സൈക്യാട്രിസ്റ്റിനെ പോലെ ദുആ മുഖേന ഇവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവർ ശരിയായ മാർഗത്തിൽ നടക്കുന്നതായിരിക്കും. ചൊവ്വായ മാർഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിൽ നടന്നുകൊണ്ട് അനംത അലൈഹിം, ദൈവത്തിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായവരായി മാറുന്നതാണ്. അവർ ഒരിക്കലും വലദ്ദാലീൻ, അവർ വഴിപേച്ചവരിൽ, ശപിക്കപ്പെട്ടവരിൽ ആകാതിരിക്കാൻ എപ്പോൾ ശ്രമിക്കേണ്ടതാണ്. ഹസ്രത്ത് മുസ്ലിമോദ് റളിയല്ലാഹു അൻഹു ഈ ഗ്രന്ഥത്തിൽ ഈ ഒരു മാർഗമാണ് വിശദീകരിച്ചത്. മറ്റു ചില ഉദാഹരണങ്ങളും നൽകി ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു ഇതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു വസൽ ജസാ. ഒരു ഓഫ്ലൈൻ ചോദ്യം ടെക്സ്റ്റ് മെസ്സേജായി ലഭിച്ചിട്ടുണ്ട്, അതിവിടെ വായിച്ചു കേൾപ്പിക്കുന്നതാണ്. ചോദ്യം ഇതാണ്: ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തിന്റെ അധ്യാപനങ്ങൾ എങ്ങനെയാണ് അഹമ്മദിയ ജമാഅത്തിൽ സ്വാധീനം ചെലുത്തിയത്? വളരെ സമയം പരിമിതി കണക്കിലെടുത്തുകൊണ്ട് ഹ്രസ്വമായ നിലയിൽ മറുപടി നൽകാൻ പറയുന്നു. ഈ ചോദ്യത്തിന് മറുപടി വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കേണ്ടതാണ്. എന്നാൽ നോക്കുക, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ എന്ത് ഉദ്ദേശത്തോടെയാണോ ഹസ്രത്ത് മസീഹ് ഇസ്ലാം ഈ ലോകത്ത് ആഗതനായത്, അതിൻ്റെ ആഗമനോദ്ദേശം അദ്ദേഹം പറഞ്ഞത് ഒരു നല്ല ഒരു ജമാഅത്തിന്, നല്ലൊരു ജനസമൂഹത്തെ വാർത്തെടുക്കണമെന്നാണ്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ആഗമനോദ്ദേശം എന്നത് അള്ളാഹുവിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ജനങ്ങളെ അള്ളാഹുവുമായി ബന്ധിപ്പിക്കാനും അതുപോലെ തന്നെ സൃഷ്ടികൾ, മനുഷ്യർ തമ്മിലുള്ള ബന്ധം വഷളായത് ശരിയാക്കുകയുമാണ് ആഗമനോദ്ദേശം പറഞ്ഞത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ അധ്യാപനത്തിൻ്റെ രത്ന ചുരുക്കം. അതിൻ്റെ സ്വാധീനം എന്നുള്ളത് വളരെ വളരെ വിശദമായി പറയേണ്ടതാണ്. ചുരുക്കി പറയാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. മസീഹ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളുടെ ഫലമായി മസീഹ് ഇസ്ലാമിൻ്റെ ജമാഅത്തംഗങ്ങൾക്ക്, അനുയായികൾക്ക് അള്ളാഹുവുമായുള്ള നല്ല ബന്ധവും ഉണ്ടായി. അതുപോലെ തന്നെ പരസ്പര ബന്ധവും നല്ല ഇതായി മാറുകയുണ്ട്. ജസാക്കുമുല്ലാഹ് അസ്സൽ ജസാ. ഇനി അടുത്ത ചോദ്യം അത്താൽ മുജീബ് ലോൺ സാഹിബിനോട് തന്നെയാണ് ചോദ്യമുള്ളത്. വിശുദ്ധ ഖുർആൻ നൽകുന്ന കൽപ്പന എന്നത് ഭാര്യ എന്തെങ്കിലും അസാൻമാർഗികമായ പ്രവർത്തനം നടക്കുകയാണെങ്കിൽ വസ്രിബൂന്ന, ശാരീരികമായ ശിക്ഷ നൽകണം എന്നാണ്. മുസ്ലിങ്ങൾ ഈ ഒരു കൽപ്പനയെ ആരോപണ വിധേയമാക്കുന്നുണ്ട്.
സ്ത്രീകൾക്ക് എതിരെയുള്ള അക്രമം, മർദ്ദനം അതൊരു അതിക്രമമായി കണക്കിലാക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ ഒരു കൽപ്പനയുടെ പിറകിലുള്ള യുക്തി എന്താണ്? ഇസ്ലാം ഒരിക്കലും തന്നെ യുക്തിക്ക് അതീതമായ തൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ സ്ത്രീയെ നിങ്ങൾ അവരിൽ മർദ്ദനം അടിച്ചേൽപ്പിക്കണം, അതിക്രമം നടത്തണം എന്ന ഒരു അധ്യാപനവും ഇസ്ലാമിലില്ല. നമ്മളിവിടെ പറഞ്ഞ സൽസ്വഭാവ രൂപീകരണത്തെ കുറിച്ച്, അതുപോലെ തന്നെ ഒരു നല്ല സമൂഹം വാർത്തെടുക്കുന്നതിനെ കുറിച്ച്, സമൂഹ പരിഷ്കരണത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു. വജ്രുബൂഹന്ന എന്ന ബനി ഇസ്രായേലിന്റെ ആയത്തിൽ പറഞ്ഞതും അള്ളാഹു പറഞ്ഞത് ഭാര്യമാരുടെ സ്വഭാവ സംസ്കരണത്തിനുള്ള ഒരു രീതിയാണ് പറഞ്ഞത്. 3 ഘട്ടമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭാര്യയിൽ തിന്മ കാണുകയാണെങ്കിൽ, പ്രകടമാകുകയാണെങ്കിൽ, അസാൻമാർഗികത കാണുകയാണെങ്കിൽ, പ്രത്യേകിച്ച് തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ അശ്ലീലത പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ഭാര്യയെ നന്നാക്കേണ്ടതുണ്ട്. ആ ഭാര്യയെ അതുപോലെ വിടാൻ പാടില്ല. ആ ഭാര്യയുടെ തിന്മയെ അതുപോലെ തന്നെ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. അതൊരു യഥാർത്ഥ മതത്തിന്റെ അധ്യാപനത്തിന് നിരക്കാത്തതാണ്. ഒരു സ്ത്രീ മോശം വഴിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, മോശം വഴിയിലാണുള്ളത്, എന്നാൽ ആ സ്ത്രീയെ നന്നാക്കാനുള്ള ഒരു കാര്യവും ചെയ്യാതിരിക്കുക എന്നത് സംഗതമല്ല. സൂറത്ത് നിസായുടെ ആയത്ത് 35 ഇത് പറഞ്ഞിരിക്കുന്നത്. ആദ്യ മാർഗം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, വഴക്ക് പറയുക, സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുക. ഇത് തെറ്റായ വഴിയാണ്. അതിൽ നിന്നും മാറി നിൽക്കുന്നില്ലെങ്കിൽ രണ്ടാമത്തെ മാർഗം പറഞ്ഞത് വഹ്ജുറുഹുന്ന ഫിൽ മസാജി, അവരുടെ കിടപ്പറയിൽ നിന്ന് മാറി നിൽക്കുക, കിടക്കയിൽ നിന്ന് മാറി നിൽക്കുക, ശയ്യയിൽ നിന്ന് മാറി നിൽക്കുക എന്ന രണ്ടാമത്തെ കൽപ്പന. അങ്ങനെ അവരോടൊപ്പം കിടക്കാതിരുന്നാലും അവർക്ക് തിന്മയിൽ നിന്നും അകലാനുള്ള സാധ്യത ലഭിക്കും. എന്നിട്ടും മാറ്റം ഇല്ലെങ്കിൽ വധുരുപൂന, അവരെ നിങ്ങൾക്ക് തല്ലാം. അതായത് ചെറിയ നിലയിൽ പ്രഹരിക്കാമെന്ന് അള്ളാഹു കൽപ്പന നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ വ്യക്തമാക്കേണ്ടത്, ഞാൻ ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, ഹദ്റത്ത് മുസ്ലിം ആണ് ഇവിടെ ഈ കാര്യം വ്യക്തമാക്കിയത്. ഇത് അനുവദനീയമായിരിക്കുന്നത് ഒരു വലിയ തിന്മ അസാൻമാർഗികത നടക്കുമ്പോൾ, വ്യക്തമായ സ്പഷ്ടമായ അസാൻമാർഗികത നടക്കുമ്പോഴാണ്. അതിനും നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ നിബന്ധന 4 സാക്ഷികൾ ഉണ്ടാകണം. 4 സാക്ഷികൾ ഉണ്ടാകുമ്പോൾ മാത്രമേ തിന്മ സ്ഥാപിതമാകുള്ളൂ. അപ്പോൾ മാത്രമേ ഇതിനുള്ള അനുവാദമുള്ളൂ. തിന്മ സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ മാത്രമേ, അതായത് കറിയിൽ ഉപ്പ് കുറഞ്ഞു പോയി, മുളക് കൂടി എന്ന കാര്യത്തിൽ വടിയെടുത്ത് അടിക്കുന്നതിനുള്ള അനുവാദമല്ല ഇസ്ലാം നൽകിയത്. ചിലർ കരുതുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളുമാണ്. ഈ ഒരു കൽപ്പനയിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതിനുള്ള യാതൊരു അനുവാദവും ഇസ്ലാമിലില്ല. അതുപോലെ തന്നെ മുഖത്തടിക്കരുത്, എല്ലിനടിക്കരുത് എന്ന പല കാര്യങ്ങളും. സമയം കുറവേ ഉള്ളൂ, സമയം പരിമിതമാണ്, അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. അങ്ങനെ ഒരുപാട് നിബന്ധനകളോടുകൂടി, അതും വളരെ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ ഇതിനനുവാദമുള്ളൂ. അല്ലാതെ പൊതുവായ ഒരു അനുമതിയല്ല ഉള്ളത്. നിങ്ങൾ തോന്നുമ്പോഴൊക്കെ തന്നെ നിങ്ങൾക്ക് ഭാര്യയെ തല്ലാമെന്നല്ല ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ജസാക്കുമുല്ലാ. ഇതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ഉദ്ധരണി ഇവിടെ വായിച്ചു കേൾപ്പിച്ച് ഇവിടെ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, അല്ലയോ അള്ളാഹു എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ജമാഅത്തിനെ അറിയിക്കുകയാണ്, ഭൗതികതയുടെ മായം കല്ലാത്ത, കപടതയോ ഭീരുത്വമോ കാരണം അലീമസമാകാത്ത, അനുസരണത്തിൽ ഒരു ഘട്ടത്തിൽ നിന്ന് വിട്ടൊഴിയാത്ത ഈമാൻ വിശ്വാസം കൈക്കൊണ്ടവർ ദൈവത്തിന്റെ ഇഷ്ടജനമാകുന്നു. അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു. അവരുടെ ചുവടുവെപ്പ് ആത്മാർത്ഥപൂർണ്ണമായ ചുവടുവെപ്പുമാണ്. വസിയത്ത് റുഹാനി ഖസാൻ 20 വാള്യം 20 പേജ് 309. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വിഷയം തന്നെ അടുത്ത എപ്പിസോഡുകളിലും നമ്മൾ തുടരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.